SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 12-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. പ്യോട്ടർ ബ്രോ, അന്ന കിക്കന എന്നീ റഷ്യൻ സഞ്ചാരികളും ഒപ്പമുണ്ടാകും. ഇന്ത്യയിൽ അടുത്തിടെ അവതരിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുത്തിവെക്കേണ്ട ഇൻസുലിൻ്റെ പേരെന്ത്? അവിക്വലി. ഡാനിഷ് മരുന്ന് നിർമ്മാതാക്കളായ നോവോ നോർഡിസ്ക് ആണ് അവിക്വലി എന്ന പേരിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ അവതരിപ്പിച്ചത്. രാജ്യത്ത് ഉപഗ്രഹ ഫോൺ അവതരിപ്പിക്കുന്ന ടെലികോം കമ്പനി BSNL. സാധാരണ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ വോയിസ് മെസ്സേജിംഗ് സേവനങ്ങൾക്കായി ഉപഗ്രഹ ഫോണുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് കമ്പനി ഒരുക്കുന്നത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2029. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് 2029 പൊതു തിരഞ്ഞെടുപ്പോടെ പൂർണ്ണമായും നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അധ്യക്ഷൻ PP ചൗധരി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായിക S. ജാനകി. ജാനകി 1938 ഏപ്രിൽ 23-ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനിച്ചത്. പുരസ്കാരങ്ങൾ: 14 തവണ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടി, 14 തവണ ആന്ധ്രാപ്രദേശ് സംസ്ഥാന അവാർഡ്, 7 തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം, 1986 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം എന്നിവ ലഭിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ: 2013 പത്മഭൂഷൺ ലഭിച്ചെങ്കിലും നിരസിച്ചു. 1976, 1980, 1984, 1992 എന്നീ വർഷങ്ങളിലും ദേശീയ പുരസ്കാരം ലഭിച്ചു. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിനം തിരഞ്ഞെടുത്തത്. 2026 ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യം യുവജനതയുടെ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. അനാഥരായവർ, തെരുവിൽ കഴിയുന്നവർ, ബാലവേല, ബാലവിവാഹം എന്നിവയിൽ പെട്ടുപോയവർ, ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർ തുടങ്ങിയ കുട്ടികളുടെ പുനരധിവാസ പദ്ധതി കാവൽ പ്ലസ്. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് അകപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് കരുതൽ ഒരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതികൾ കാവൽ പ്ലസ്. ഫോർച്യൂൺ ഇന്ത്യയുടെ രാജ്യത്തെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് നിത അംബാനി. അവർ റിലയൻസ് ഫൗണ്ടേഷന്റെ സ്ഥാപകയും ചെയർപേഴ്സണുമാണ്. പുതിയ പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളിൽ ആദ്യം ആലപിക്കേണ്ടത് വന്ദേമാതരം. പുതിയ പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗീതമായ വന്ദേമാതരമാണ് ആദ്യം ആലപിക്കേണ്ടത്. അതിനുശേഷമായിരിക്കണം ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ടത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവർഗ മ്യൂസിയം ഒരുങ്ങുന്നത് സുഗന്ധഗിരി, വയനാട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന പ്രധാന ഗോത്രവർഗ വിജ്ഞാന കേന്ദ്രമാകും ഇത്. 2026 വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ലിൻഡ നോസ്കോവ. ചെക്ക് റിപ്പബ്ലിക് താരങ്ങൾ തമ്മിൽ നടന്ന മത്സരത്തിൽ കരോലീന മുച്ചോവയെയാണ് നോസ്കോവ പരാജയപ്പെടുത്തിയത്. 4 വർഷത്തിനിടെ 3-ാം തവണയാണ് ചെക്ക് വനിതകൾ വിംബിൾഡൺ സ്വന്തമാക്കുന്നത്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.